Hi friends, welcome to Lino's Kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ റൈസ് ആണ്. ഇത് ഒരു ലഞ്ച് ഐറ്റം ആണ്. വെരി ഈസി ടു മേക്ക്. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു റൈസ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? പീനട്ട് റൈസ്. അപ്പോൾ ഈ പീനട്ട് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട്, അതായത് കപ്പലണ്ടി. ഇതിവിടെ ഞാനിപ്പോൾ റോസ്റ്റഡ് കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, പിന്നെ 3 വറ്റൽമുളക്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരാൻ തുടങ്ങും. അതുവരെ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി ബ്രൗൺ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് ചേർക്കാം. എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ വറുക്കുന്നതിൻ്റെ ആ മണം ഉണ്ടല്ലോ. അപ്പോൾ ഈ തേങ്ങ ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ചോറിൻ്റെ മെയിൻ മസാല. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പീനട്ട് ചേർക്കാം. എന്നിട്ട് ഇതും കൂടെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ബസ്മതി റൈസ്, അതായത് വേവിച്ച് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ചോറൊന്നും ഉടഞ്ഞു പോവാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ലൈറ്റ്ലി മിക്സ് ചെയ്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് സിമർ ചെയ്യാം. അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി കയറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാം കൂടെ ആ ചോറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈസി പീസി പീനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ്. നല്ല ടേസ്റ്റുമാണ് ഇതിന്. ചില ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര മടിയും പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാത്ത ദിവസം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. വെരി ഈസി പീനട്ട് റൈസ് ആണ്. പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൺ.